الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഖളാ അനുസരിച്ചല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. ഞാൻ ഇന്ന് AR നഗറിൽ ഇതുപോലെ തന്നെ ഒരു വലിയ ജനാവലിയോട് സംസാരിച്ചു. പക്ഷേ പുറപ്പെട്ട് വഴിയിൽ ഏകദേശം 45 മിനിറ്റ് ബ്ലോക്കായി നിന്നുപോയി വാഹനം. അതുകൊണ്ടും കൂടിയാണ് താമസിച്ചു പോയത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാം അല്ലാഹുവിൻ്റെ ഖളാ അനുസരിച്ച് നടക്കും. അല്ലാഹുവിൻ്റെ വിധി അനുസരിച്ച് ഇവിടെ എന്തും സംഭവിക്കും. അൽഹംദുലില്ലാഹ്. എന്നാൽ ഇത്രയും സമയമായപ്പോഴും ഈ നാട്ടിലെ പ്രായമുള്ള ആളുകളും ചെറുപ്പക്കാരും കുട്ടികളും സ്ത്രീകളടക്കം എല്ലാ ജനങ്ങളും ആവേശത്തോടുകൂടി ഇവിടെ കാത്ത് ഇരുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇതുവരെയുള്ള കാത്തിരിപ്പും ഈ പ്രവർത്തനങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, അവന്റെ പൊരുത്തത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാക്കി തരുമാറാകട്ടെ. മാന്യ സഹോദരങ്ങളെ, ഇന്ന് നാം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും കണ്ണോടിക്കുമ്പോൾ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണ് നാം കാണുന്നതും കേൾക്കുന്നതും. ഇന്ന് പത്രം വായിച്ചവർക്കറിയാം, 1000-ലധികം കൊല്ലം പഴക്കമുള്ള ജാമിയത്തുൽ അസ്ഹർ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി 1000-ലധികം കൊല്ലം പഴക്കമുണ്ട്. അതിന്റെ തുടക്കം ജാമിഉൽ അസ്ഹർ, അൽ അസ്ഹർ ജുമുഅത്ത് പള്ളിയിൽ വെച്ചായിരുന്നു. അൽ അസ്ഹർ ജുമുഅത്ത് പള്ളിക്ക് 1000-ലധികം കൊല്ലം പഴക്കമുണ്ട്. ആ പള്ളിയിൽ ദർസ്
എത്രയോ അധികം ആളുകൾ പഠിച്ചു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ എത്രയോ വലിയ 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 പ്രഗത്ഭരായ മഹാന്മാർ ആ ജാമിഉൽ അസ്ഹർ എന്ന പള്ളിയിൽ വച്ച് ഓതി പഠിച്ചു. അത് പിന്നീട് വലിയ യൂണിവേഴ്സിറ്റിയായി വളർന്നു. ജാമിഅത്തുൽ അസ്ഹർ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. അത്രയും വിശാലമായ, അത്രയും വിപുലമായ ഒരു യൂണിവേഴ്സിറ്റി ലോകത്ത് എവിടെയും ഇല്ല. ആ യൂണിവേഴ്സിറ്റിക്ക് ഇന്നലെ ശത്രുക്കൾ തീവച്ച വിവരം പത്രത്തിലൂടെ നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കെട്ടിടം തീവച്ചു. ബ്രദർഹുഡ് എന്ന് പറയുന്ന ഭീകരവാദി സംഘടന. ഭീകരവാദി സംഘടന പേരിൽ അവർ മുസ്ലിംകൾ അതിലുണ്ട്. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു നയം നടപ്പിൽ വരുത്തുക, അതിന്റെ മുമ്പിൽ ജാമിഅത്തുൽ അസ്ഹറും അവിടെയുള്ള പണ്ഡിതന്മാരും എന്നല്ല, ലോകത്തെവിടെയുള്ള പണ്ഡിതന്മാരും മഹത്തുക്കളും ഒരു പ്രശ്നമേ അല്ല. ഇതൊരു ചെറിയ ഉദാഹരണം. അങ്ങനെ ആഗോള അടിസ്ഥാനത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളും ഗൗരവമേറിയ സംഭവങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മനുഷ്യൻ ധാർമ്മികമായി വളരെയധികം അകന്നു പോവുകയും അധാർമികതയും അരാജകത്വവും വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെരുപ്പിനൊത്ത് കാല് മുറിക്കാൻ കഴിയില്ല. നമുക്ക് കാലിലൊപ്പിച്ച ചെരുപ്പ് തന്നെ അതുകൊണ്ട് നാം അല്ലാഹുവിന്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം, അതിന്റെ ശരിയായ നയങ്ങളും പരിപാടികളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ലോകത്ത് ജനങ്ങളെ വളർത്തിയെടുക്കണം. അവിടെയും ഇവിടെയും ഭീകരതയും അക്രമങ്ങളും കാണുമ്പോൾ ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് വെക്കാൻ നമുക്ക് നിർവാഹമില്ല. നാം ശരിയായ മുസ്ലിംകളാണ്, ശരിയായ മുഅ്മിനുകളാണ്. നമുക്ക് ഒരിക്കലും അത്തരം പ്രവൃത്തിയിലേക്ക് നീങ്ങാൻ പറ്റില്ല. മറിച്ച് വളരെ സമാധാനപരമായ ജീവിതമാണ് നമുക്ക് വേണ്ടത്. സഹിഷ്ണുതയും ക്ഷമയുമാണ് നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാം
അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഭാവി തലമുറക്കും പഠിപ്പിച്ചു കൊടുക്കുകയും കൂടുതൽ അവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യൽ നമ്മുടെ കർത്തവ്യമാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ നല്ല ഒരു കെട്ടിടം, മദ്രസ കെട്ടിടം, വിദേശത്തു നിന്നുള്ള സഹായമൊന്നും കൂടാതെ ഈ നാട്ടുകാരും ഈ നാട്ടിൽ നിന്ന് പുറത്ത് ജോലിയെടുക്കുന്നവരും ബന്ധപ്പെട്ടവരും മാത്രം സഹായിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു കെട്ടിടം ഉണ്ടാക്കി എന്നത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ കാര്യമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതിന് വാക്കുകൊണ്ടും ധനം കൊണ്ടും ദേഹം കൊണ്ടും എല്ലാവിധത്തിലും സഹായിച്ച സഹകരിച്ച മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു തആല ബർക്കത്തും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകുമാറാകട്ടെ. മാന്യമുകളെ, ഞാൻ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറയുന്നില്ല എങ്കിലും ബദർ, അസ്ഹാബുൽ ബദറിനെ സംബന്ധിച്ച് ഈ പരിപാടിയിൽ ബദർ പരിപാടിയുടെ ഭാഗവും ഉണ്ട് എന്ന് നോട്ടീസിൽ കണ്ടു. ഇത് പറയുമ്പോൾ ഭീകരന്മാരെയും തീവ്രവാദികളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ, ഇസ്ലാമിനെ തെറ്റായ നിലയിൽ അവതരിപ്പിക്കുന്നവർ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ബദർ യുദ്ധം. ചില കെട്ടുകഥകളിലും നോവലുകളിലുമെല്ലാം അസ്ഹാബുൽ ബദർ ശത്രുക്കളുടെ മുതൽ പിടിച്ചെടുക്കാൻ പോയി അങ്ങനെ ഉണ്ടായ യുദ്ധമാണെന്ന് എഴുതി വച്ചിട്ടും കാണാം. ഒരിക്കലും അങ്ങനെയല്ല. ബദർ യുദ്ധം ഭീകരതയല്ല, സഹാബികൾ ഉണ്ടാക്കി തീർത്തതും അല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലൂടെ നമ്മളെ അറിയിക്കുന്നു, അലാ തുഖാതിലൂന ഖൗമൻ നകതു അയ്മാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂൽ. നോക്ക്, ഉടമ്പടികൾ പൊളിക്കുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സ്വന്തം നാടായ മക്കയിൽ നിന്ന് പുറത്തു ചാടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തവരോട് എന്താണ് നിങ്ങൾ യുദ്ധം ചെയ്യാത്തത്? അല്ലാഹുവിന്റെ ചോദ്യം അവിടെ. നിങ്ങൾ യുദ്ധം ചെയ്യണം, പക്ഷെ ആരോട്? പരിശുദ്ധ മക്കയിൽ ജനിച്ചു വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ആശയം പറയാൻ അധികാരമില്ലേ? അബൂജഹലിനും ഉത്ബത്തിനും ശൈബത്തിനും അവരുടെ ആശയം, ശിർക്കിന്റെ ആശയം പറയാൻ മക്കയിൽ അധികാരമുണ്ട് എങ്കിൽ തീർച്ചയായും അതിനേക്കാൾ അധികാരം ആ മക്കയിൽ തന്നെ ജനിച്ച മുഹമ്മദ് നബിക്ക് ഉണ്ട്. അതെന്തുകൊണ്ട് കൊടുക്കാത്തത്? അവരുടെ ആശയം പറയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം തൗഹീദ് ഇവിടെ വെച്ച് പറഞ്ഞുകൂടാ. ഇത് പക്ഷപാതമാണ്, ഇതൊരിക്കലും അനുവദിച്ചുകൂടാ. മാത്രമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പറഞ്ഞുകൂടാ എന്ന് അവർ പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബിനെ നാട് കടത്താൻ തീരുമാനിച്ചു. അവർ മുശാവറ ചെയ്തു. ആദ്യം വൈദിയം കുർബിക്കല്ലദീന കഫറു ഇദ് യുസ്ബിതൂക ഔ യുഖ്രിജൂക ഔ യഖ്തുലൂക വയംകുറൂന ബിക വല്ലാഹു ഖൈറുൽ മാകിരീൻ. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതാണ്,
അവർ മീറ്റിംഗ് കൂടുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒരു കൂട്ടർ പറയുന്നു കൊന്നുകളയണം, തൗഹീദ് പറയുന്ന മുഹമ്മദ് നബിയെ കൊന്നുകളയണം. മറ്റൊരു കൂട്ടർ പറയുന്നു പെട്ടെന്ന് കൊല്ലണ്ട, നാട് കടത്തണം. വേറെ ഒരു കൂട്ടർ പറഞ്ഞു അത് രണ്ടും ചെയ്യാതെ ഇവിടെ നിർത്തിയിട്ട് ബുദ്ധിമുട്ടുകൾ ചെയ്യാം എന്ന് അവർ ചർച്ച ചെയ്തു. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന് സ്വന്തമായ നാട്ടിൽ തൗഹീദ് പറയാൻ അധികാരമില്ലെന്ന് പറയുകയും അവിടത്തെ നാട് കടത്താൻ തീരുമാനിക്കുകയും ചെയ്ത അവനോടാണ് യുദ്ധം. എന്നിട്ട് തന്നെ അല്ലാഹു പറയുന്നു വഹും ബദഊകും അവ്വല മർറ, ഓ നബിയേ അവരാണ് ആദ്യമായി യുദ്ധം തുടങ്ങിയത്. മുസ്ലിം സമുദായം യുദ്ധത്തിന് അങ്ങോട്ട് പോയതല്ല. വഹും ബദഊകും, അവരാണ് നിങ്ങളോട് തുടങ്ങിയത്. അവ്വല മർറ, ആദ്യമായി യുദ്ധം തുടങ്ങിയത് മുശ്രിക്കുകളാണ്. അവർ യുദ്ധം തുടങ്ങി. അവർ നബി തങ്ങളെ പുറത്താക്കാൻ ആലോചന തുടങ്ങി. നബി തങ്ങളെ സമ്പത്ത് പിടിച്ചെടുത്തു. നബി തങ്ങളെ കൂടെയുള്ള സ്വഹാബത്തിന്റെ സമ്പത്ത് പിടിച്ചെടുത്തു. അവരെ ആക്രമിച്ചു. അങ്ങനെ യുദ്ധത്തിലേക്കുള്ള തുടക്കം അവരിൽ നിന്നാണ് ഉണ്ടായത്. മുസ്ലിം സമുദായത്തിൽ നിന്നങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, അസ്ഹാബുൽ ബദറിന്റെ ഈ പാഠത്തിൽ നിന്ന് ഇവിടുത്തെ ബ്രദർഹുഡുകാർക്ക് പാഠമില്ല, അവർക്ക് മാതൃകയില്ല, അവർക്കരികരിക്കാൻ അവരുടെ ആശയത്തോട് യോജിച്ചതല്ല. സ്വഹാബത്ത് ഒരിക്കലും മറ്റ് മതക്കാരെ ആട്ടിയോടിക്കാനോ അനധികൃതമായി അവരെ ആക്രമിക്കാനോ പോയിട്ടില്ല. മറിച്ച് വഹും ബദഊകും അവ്വല മർറ, അവരാണ് ആദ്യമായി തുടങ്ങിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ദീൻ അവിടെ നിലനിൽക്കാൻ പാടില്ലെന്ന് കരുതി തൗഹീദിനെ ഒരിക്കലും പറയാൻ അനുവദിക്കുകയില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത ആ കക്ഷികളോട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സ്വഹാബത്ത് യുദ്ധം ചെയ്യുന്നു. അവരുടെ ഈമാനിന്റെ കട്ടി വളരെ വലിയതാണ്. ഹുമുൽ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹ്രി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തും കുബറാ. അവർ വലിയ ഹിമ്മത്തിന്റെ ഉടമകളാണ്, മനസ്ഥൈര്യത്തിന്റെ ഉടമകളാണ്, മനക്കരുത്തിന്റെ ഉടമകളാണ്. അവർ പർവ്വതങ്ങളെപ്പോലെ വലിയ മലകളെപ്പോലെയുള്ള മനക്കരുത്തിന്റെ ഉടമകളാണ് മഹാന്മാരായ സഹാബത്ത്. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതങ്ങ് ചെയ്യുക, ഹബീബ് കാണിച്ചു കൊടുത്തത് ചെയ്യുക, അവിടെ നിന്ന് മനസ്സിലാക്കി കൊടുത്തത് ചെയ്യുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് ഇവർക്ക് യാതൊരു അഭിപ്രായവുമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിൽ അഭിപ്രായ പ്രകടനം നടത്താൻ അധികാരമില്ല, അവകാശമില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത് അത് സ്വീകരിക്കാന്നല്ലാതെ നിനക്ക് അതിൽ അവകാശം ഇല്ല. അഭിപ്രായ പ്രകടനം നടത്താനുള്ള യാതൊരു അവകാശവും ഇല്ല. നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത എല്ലാ സംഗതികളും നടപ്പിൽ വരുത്തുന്നവരാണ് സഹാബികൾ. അവരാരെയും ആക്രമിച്ചിട്ടില്ല, അവരാരെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല. അവർ സുന്ദരമായ ഇസ്ലാം, സാർവലൗകികമായ ഇസ്ലാം, സമ്പൂർണമായ ഇസ്ലാം, സാർവജനീയമായ ഇസ്ലാം, അത് അതിന്റെ ശരിയായ രൂപം അവരെ മുമ്പിൽ വെച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം എന്നും വിജയത്തിൽ തന്നെ. ഇസ്ലാം എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? ഈ മഹത്തായ നയം കൊണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
അല്ലാഹു തആല പറഞ്ഞു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലൂ മിൻ ഹൗലിക. ഓ ഹബീബായ നബിയേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്താണ്, തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ലെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ പറഞ്ഞ റഹ്മത്താണ് നബിയെ തങ്ങൾ. അങ്ങനെ റഹ്മത്തായ കാരണത്താൽ ലിൻതലഹും, ജനങ്ങളോട് വളരെ വിനയത്തിലാണ് തങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി, തങ്ങളെങ്ങാനും കടുത്ത ഹൃദയക്കാരനായിരുന്നുവെങ്കിൽ, പരിപരുത്ത ഹൃദയക്കാരനായിരുന്നുവെങ്കിൽ, തങ്ങളൊരു ഭീകരവാദിയോ തീവ്രവാദിയോ ആയിരുന്നുവെങ്കിൽ ലംഫല്ലൂ മിൻ ഹൗലിക, ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു, തങ്ങളിൽ നിന്ന് വിട്ടുപോകുമായിരുന്നു. ഒറ്റക്കുട്ടിയെ തങ്ങൾക്ക് കിട്ടൂല. അവിടുത്തെ സൽസ്വഭാവത്തിന്റെ മഹിമ, അവിടുത്തെ ഏറ്റവും വലിയ സുന്ദരമായ സ്വഭാവം, വൈശിഷ്ട്യം, അതുകൊണ്ടാണ് അവിടത്തേക്ക് ആളുകളെ കിട്ടുന്നത്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. ഇദാ ജാഅ റസൂലുള്ളാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ തങ്ങൾ തസ്ബീഹ് ചൊല്ലണം, അല്ലാഹുവിനെ സ്തുതിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ ഭീകരതയിലൂടെയല്ല, മറിച്ച് വളരെ നല്ല സ്വഭാവത്തിലൂടെ, സഹിഷ്ണുതയിലൂടെ. അത് തന്നെ നമ്മളും സ്വീകരിക്കണം, അത് തന്നെ നമ്മളും കൈമുതലാക്കണം. ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് കാണാം, ഈ ഈജിപ്തിൽ അസ്ഹർ, ജാമിയത്തുൽ അസ്ഹർ കത്തിച്ച കൂട്ടരുടെ അനുയായികൾ ലോകത്തെല്ലാ സ്ഥലത്തുമുണ്ട്. അതൊരു പക്ഷെ കത്തിക്കുന്നവരാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിത്ന ഉണ്ടാക്കുന്നവരാവും, ഫസാദ് ഉണ്ടാക്കുന്നവരാവും, നശിപ്പിക്കുന്നവരാവും. അതിങ്ങനെ അവരെ വായിലൂടെ വരുന്നത് മുഴുവനും പറയുന്നവരാണ്. നമ്മൾ അതൊന്നും ചവിട്ടിക്കൊടുക്കാനേ പാടില്ല, നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല. ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു. ഷാഫി ഇമാമിനെ കുറ്റം പറയുന്ന കൂട്ടരുണ്ടായിരുന്നു. പടച്ചവന് ഷാഫി ഇമാമിനെ കുറ്റം പറയുന്നവരെന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്ത് ഇവരാരെയാ കുറ്റം പറയാതിരിക്കുക? ഷാഫി ഇമാം ആരാണ്? 7 വയസ്സായപ്പോൾ പരിശുദ്ധ ഖുർആൻ 30 ജുസും കാണാതെ പഠിച്ചു, കാണാതെ ഹൃദിസ്ഥമാക്കി. അതെങ്ങനെയാ ഹൃദിസ്ഥാക്കി? ഞാനും നിങ്ങൾ കാണാതെ പഠിക്കും പോലെയല്ല. ഇപ്പോ ഞാൻ യാസീൻ സൂറത്ത് ഓറാൻ തുടങ്ങിയിട്ട് ഒരു 50 കൊല്ലായിട്ടുണ്ടാവും, കാണാണ്ടൊക്കെ 50 കൊല്ലായി. അങ്ങനെ 50 കൊല്ലം യാസീൻ കാണാണ്ട് വന്ന കൂട്ടർ ഇവിടെ ഉണ്ട്. ഇവരോട് യാസീന്റെ 14-ാമത്തെ ആയത്തേതാ, അല്ലെങ്കിൽ 20-ാമത്തെ ആയത്തേതാ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടൂല. യാസീൻ വൽ ഖുർആൻ ഹക്കീം ഇങ്ങനെ എണ്ണിത്തുടങ്ങണം, അല്ലേ? ഏറി വന്നാൽ ഫാത്തിഹയുടെ 1-ാമത്തെ ആയത്തേതാണ്, 2-ാമത്തെ ആയത്തേതാന്ന് ചോദിച്ചാൽ പറയൂ. ഖുൽ ഹുവല്ലാഹുവിന്റെ 2-ാമത്തെ ആയത്തേതാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞത് വരും. അതിന്റെ അപ്പുറത്ത് ഇവിടുത്തെ ഹാഫിദീങ്ങൾക്കൊന്നും കഴിയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇതാ എന്റെ മുമ്പിൽ കാണുന്ന നിങ്ങളെ ഓരോരുത്തരെയും എന്നെ കണ്ണിൽ പതിയുന്നത് പോലെ, തലക്കെട്ട് കെട്ടിയവനും കെട്ടാത്തവനും, വെളുത്ത കുപ്പായമിട്ടവനും അല്ലാത്ത കുപ്പായമിട്ടവനും, ഇവരൊക്കെ വേർതിരിച്ച് ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ പതിയുന്നത് പോലെ 6666 ആയത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഒരേ നിലക്ക് കാണാം. ഒരു കൈയിന്റെ വിരൽ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ചെറുതും വലുതും ഇടതും കാണുന്നത് പോലെ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ ആയത്തുകളും കാണാതെ അറിയാം.
7 വയസ്സായപ്പോൾ തന്നെ പഠിച്ചു, കാണാതെ പഠിച്ചു. എന്നിട്ടോ 7 വയസ്സ് മുതൽ മരിക്കുന്നത് വരെ ഒരൊറ്റ രാത്രി ഒഴിച്ച് ബാക്കിയുള്ള ഒരു രാത്രിയിലും തഹജ്ജുദ് നിസ്കാരം ഒഴിച്ചില്ല. ഒരൊറ്റ രാത്രി മാത്രമാണ് തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കിയത് 7 വയസ്സ് മുതൽ. അന്ന് ഹദീസ് കൊണ്ട് ജോലിയായി, ഹദീസിൽ നിന്ന് മസ്അലകൾ ഇസ്തിൻബാത്ത് ചെയ്ത് വെക്കുന്ന തിരക്കായതുകൊണ്ട് ഉറങ്ങിയില്ല, ഒരു സെക്കൻഡും ഉറങ്ങിയില്ല. ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനാണല്ലോ തഹജ്ജുദ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഉറങ്ങിയില്ല, അതുകൊണ്ട് തഹജ്ജുദ് കെറ്റിൽ ഒരേ ഒരു രാത്രി. ബാക്കിയുള്ള മുഴുവൻ രാത്രികളിലും 7 വയസ്സ് മുതൽ മരണം വരെ തഹജ്ജുദ് നിസ്കരിച്ചു. സഹോദരന്മാർ ചിന്തിക്കണം, എല്ലാ ദിവസവും രാവും പകലും കൂടിയാൽ ഒരു ഖത്മുൽ ഖുർആൻ ചെയ്യും. പരിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കും, ഒരു രാത്രി ഒരു പകലും കൂടി. അതിങ്ങനെ കുത്തിയിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കലല്ല, വഅ്ള് പറയലും ദർസ് നടത്തലും കിതാബ് എഴുതാൻ പറഞ്ഞു കൊടുക്കലും ഫത്വ കൊടുക്കലും അങ്ങനെ നൂറുകണക്കായ പണ്ഡിതന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഇടയിൽ പരിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യാൻ ഖയ്യുൽ ഔഖാത്ത് അല്ലാഹു തആല കറാമത്തായി കൊടുത്തതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഖുർആൻ തീർക്കും, പ്രയാസമില്ല. അല്ലാഹു തആല കൊടുക്കുമ്പോഴങ്ങനെ ഉണ്ടാകും, ഇല്ലേ? ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിക്കാൻ നിന്നാൽ ഈ പ്രസംഗം എടുത്ത് 2 മിനിറ്റ് കൊണ്ട് CD-യാക്കി പുറത്തിറക്കി. പഴയ കാലത്ത് എങ്ങനെയാ? പഴയ കാലത്ത് ഒരു ടൈപ്പ് റെക്കോർഡ് മുമ്പിൽ ഇങ്ങനെ വെക്കും. മുമ്പിൽ വെച്ചിട്ട് ആ ടൈപ്പ് റെക്കോർഡിന്റെ മുന്നിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരു ചക്രം പോലെ. അതിൽ പിടിച്ചു. ഇനി മറ്റൊന്നിലേക്ക് പകർത്തണമെങ്കിലോ അതുപോലെ ഒരു ടൈപ്പ് റെക്കോർഡ് മുന്നിൽ കൊണ്ടുപോയി വെച്ച് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് 3 മണിക്കൂറിന്റെ പ്രസംഗം പകർത്താൻ 3 മണിക്കൂർ തന്നെ വേണം. മുമ്പ് ഇവിടെ ഉണ്ടായതാ. ഇപ്പോഴോ CD ഉണ്ടാക്കിയാൽ ആ CD-യിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്താൻ യന്ത്രത്തിൽ വെച്ച് ബട്ടൺ അമർത്തുമ്പോഴേക്ക് 3 മിനിറ്റ് കൊണ്ട് 3 മണിക്കൂറിന്റെ പ്രസംഗം അങ്ങോട്ട് പകർന്നു. ശബ്ദത്തിന് വ്യത്യാസമില്ല, അക്ഷരത്തിന് വ്യത്യാസമില്ല, യാതൊരു വ്യത്യാസവുമില്ലാത്ത നിലക്ക് അങ്ങോട്ട് പകർന്നു. കണ്ടില്ലേ? അപ്പോൾ 3 മണിക്കൂറിന്റെ ആ പ്രസംഗം 3 മിനിറ്റ് കൊണ്ട് പിടിച്ചെടുക്കാനും പകർത്താനും കഴിയുന്ന യന്ത്രം, ഇവിടെ ജീവനില്ലാത്ത യന്ത്രം തന്നെ വന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്നതിൽ അത്ഭുതമില്ല. അതാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ സംബന്ധിച്ച് ഒരു കാബൽ നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ എന്ന് മുഹീദ്ദീൻ മാലയിൽ പറയുന്നത്. പണ്ട് പുളിക്കൽ ഭാഗത്ത് വിദ്യാർത്ഥികാരുടെ സമ്മേളനം നടന്നപ്പോൾ അവർ ഒരു മനുഷ്യനെങ്ങനെ ഒറ്റക്കാൽമൽ ഇങ്ങനെ നിർത്തി, കൊക്കിന്റെ മാതിരി നിർത്തി, ഒരു മുസാഫും കയ്യിൽ പിടിച്ചു. എന്നിട്ട് പരിഹസിച്ചുകൊണ്ട് അവരുടെ എക്സിബിഷനിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാരാ? ഇത് മൊയ്തീൻ ശൈഖാണ്. മൊയ്തീൻ ശൈഖ് ഒറ്റക്കാൽമൽ നിന്നിട്ട് ഖുർആൻ ഓതുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേണ്ട. നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു കാലെടുത്തു വെക്കുന്ന ടൈമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കാനുള്ള കഴിവ്
അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു അതിന് തയ്യുൽ അസ്മാൻ, സമനുകൾ ചുരുക്കി കൊടുക്കൽ എന്നാണ് അതിന് പറയുക. അത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ കറാമത്ത് കൊണ്ട് ഒരു ദിവസം എല്ലാ ദിവസവും രാത്രിയും പകലുമായി മറ്റ് ജോലികൾക്കിടയിൽ ഖുർആൻ ഓതി തീർക്കും. റമളാൻ മാസം വന്നാലോ രാത്രി ഒരു ഖതം തീർക്കും, പകല് വേറെ ഒരു ഖതം തീർക്കും. ജീവിതത്തിൽ ഒരൊറ്റ ചെറിയ തെറ്റുപോലും ചെയ്തതായി അറിയപ്പെട്ടിട്ടില്ലാത്ത ആഗോള പ്രശസ്തനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ, ഖുറൈശികളിൽപ്പെട്ട ഒരു ആലിമ് ലോകത്ത് മുഴുവനും ഇൽമു പരത്തുന്നതാണ്, നടക്കുന്നതാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാരായ പണ്ഡിതർ ഉണർത്തിയിട്ടുണ്ട്. അത്രയും വലിയ ലോക പണ്ഡിതനായ മുത്തഖിയായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതെന്താണെന്നറിയോ? എന്റെ ഒരു കൊല്ലത്തെ ഇബാദത്ത് മുഴുവനും കൂട്ടിയാൽ എന്റെ ശൈഖായ ഉസ്താദായ ഇമാം ശാഫിഈയുടെ ഒരു ദിവസത്തെ ഇബാദത്തിനോട് കടപിടിക്കൂല. അത്രയും വലിയ ആബിദും വലിയ പണ്ഡിതനുമായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയാൻ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നത് എന്താണെന്നറിയുമോ? യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ വഅക്റഹു അൻ അകൂന ലഹു മുജീബാ. ഇമാം ശാഫിഈ പറയുന്നത് കേട്ടോ, യുഖാതിബുനി സഫീഹു, വിവരമില്ലാത്ത ബുദ്ധിയായ മനുഷ്യൻ എന്നെ അഭിസംബോധനം ചെയ്യുന്നു. ബികുല്ലി ഖുബ്ഹിൻ, എല്ലാ ചീത്തയും എന്നെ വിളിക്കുന്നു, എല്ലാ തെറിയും എന്നെ വിളിക്കുന്നു. എന്റെ പേരിലില്ലാത്ത കള്ളത്തരങ്ങൾ മുഴുവനും വെച്ച് കെട്ടിയിട്ട് അതാ സഫീഹ് പറയുന്നു. പക്ഷേ വഅക്റഹു അൻ അകൂന ലഹു മുജീബാ, ഞാൻ അതിന് മറുപടി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, മറുപടി പറയുന്നതിനെ ഞാൻ വെറുക്കുന്നു. യസീദു സഫാഹത്തൻ വഅസീദു ഹിൽമാ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബാ. ഇമാം ശാഫിഈ പറയുന്നത് കേട്ടോ, യസീദു സഫാഹത്തൻ, അവനിങ്ങനെ ചീത്തയും തെറിയും പിടിക്കുന്നത് കൊണ്ട് അവൻ വീണ്ടും വീണ്ടും വലിയ വിഡ്ഢിയും മോശപ്പെട്ടവനുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഅസീദു ഹിൽമൻ, ഞാനാവട്ടെ സഹിഷ്ണുതയും ക്ഷമയും ഉള്ള ആളായി, കൂടുതൽ കൂടുതൽ ക്ഷമ പാലിക്കുന്ന സഹിഷ്ണുതയുള്ള ആളായി മാറുകയാണ്. എനിക്കതുകൊണ്ട് ദർജ വർദ്ധിക്കുകയാണ്. ഏതുപോലെ കഊദിൻ, ഊത് പോലെ, ഊത് എന്നിട്ട് മണപ്പിക്കുന്ന സാധനമുണ്ട്. അത് തീയിലിട്ട് കത്തിക്കുമ്പോൾ അതുകൊണ്ട് തീവ് ആണ്, സ്വന്തം സുഗന്ധവാസനയാണ് ഉണ്ടാകുന്നത്. അതുപോലെ എനിക്ക് ഇതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ സുദീർഘമായ ബൈത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ഷാഫിഈ ഇമാം പറഞ്ഞു, പട്ടികൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും, പക്ഷേ ആ പട്ടിനെ ആരും വില വെക്കൂല, പേടിക്കുകയില്ല. സിംഹമോ അതൊരിക്കലും കുറക്കൂല, എപ്പോഴെങ്കിലും ഒന്ന് ശബ്ദിച്ചെങ്കിലായി, അല്ലാത്ത സമയത്ത് ഇങ്ങനെ കൗരവത്തിലിരിക്കുന്ന അതിനെ എല്ലാവർക്കും പേടി. അതുകൊണ്ട് ഈ സഫീഹിങ്ങളുടെ വാക്കിന് മറുപടി പറയാൻ പോകണ്ട എന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷെ അന്നും ഉണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ വെച്ചുകൊണ്ട് ചീത്ത പറഞ്ഞു.
എന്തെല്ലാം പറഞ്ഞു. യാ കൽബൂന്ന് വിളിച്ചു. മാലിക് ഇമാമിനെ മദീന മുനവറയിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ, പ്രമാണിമാര്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫത്വ കൊടുക്കാത്തത് കൊണ്ട് കൽബൂന്ന് വിളിച്ചു. കുട്ടികളെ കൊണ്ട് പിന്നാലെ നടന്നിട്ട് കൽബൂന്ന് വിളിപ്പിച്ചു. ആരോ ഷാഫി മാലിക് ഇമാമിനോട് പറയുന്നു, മാലിക് ഇമാമേ, അതാ നിങ്ങളെ കൽബൂന്ന് വിളിക്കുന്നു, ചീത്ത പറയുന്നു. അതാ സമയത്ത് മാലിക് ഇമാം പറഞ്ഞത്, മായനൂനി, എന്നെ അല്ല പറഞ്ഞത്, ഞാൻ കൽബല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൽബിന്റെ മോനും കൽബുമല്ലാത്തത് കൊണ്ട് അതെന്നെ സംബന്ധിച്ചല്ല പറയുന്നത്, അത് വേറെ ആരെ പറ്റിയോ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമു ദാരുൽ ഹിജ്റത്തി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ല. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ ശത്രുക്കൾ മുട്ടിമുട്ടിക്കുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബലിന് വളരെയധികം ബുദ്ധിമുട്ടിച്ചെന്ന് മാത്രമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിര് പ്രസ്താവന ഇറക്കാൻ വേണ്ടി ഭരണാധികാരികൾ നിർബന്ധിച്ചപ്പോൾ അത് ചെയ്യാത്തതിന്റെ പേരിൽ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ വെക്കുകയും രണ്ടു കൈയും പുറത്തേക്ക് പിടിച്ചു വെച്ച് കെട്ടിക്കൊണ്ട് ചാട്ടുവാറുകൊണ്ട് അടിക്കുകയും ചെയ്യുന്നു. അടിക്കുന്ന സമയത്ത് തന്റെ തുണി കഴിഞ്ഞു പോയി. ആ സമയത്ത് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എനിക്ക് അടികൊള്ളുന്നതൊരു പ്രശ്നമല്ല, ഞാൻ മരിച്ചാലും പ്രശ്നമല്ല, പക്ഷേ എന്റെ ഔറത്ത് ജനങ്ങൾ കാണുന്നുവല്ലോ, നാല് ഭാഗവും നോക്കി നിൽക്കുന്ന ആളുകൾ കാണുന്നു. അതിന് പരിഹാരം ചെയ്യാൻ എന്റെ രണ്ട് കൈയും പിടിച്ചു കെട്ടിപ്പോയിരിക്കുന്നു, തുണി ഉടുക്കാൻ കഴിയില്ല. ആ സമയത്ത് താഴോട്ട് ഇറങ്ങിപ്പോയ തുണി മേൽപോട്ട് തന്നെ കയറി വന്നുകൊണ്ട് തന്റെ ശരീരത്തിന് ഒട്ടിപ്പിടിച്ചു നിൽക്കുകയുണ്ടായി. ഇത്രയും വലിയ കറാമത്ത് കാണിച്ചിട്ടും ഈ കൗം ഒന്നും ചെയ്തില്ല. പ്രിയപ്പെട്ട കൗം സമാധാനിച്ചില്ല. അങ്ങനെ ഇമാമുകൾ മുഴുവനും, അയിമ്മത്ത് മുജ്തഹിദുകൾ, അതുപോലെ മുഴുവൻ സാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പക്കാരോട് ഞാനിപ്പോ മഗ്‌രിബിന് വരേണ്ടതല്ലേ, 10 മണിയാകുന്നത് വരെ ആ റോട്ടിൽ നിന്ന് കാത്തുനിന്ന കുട്ടികൾ, ചെറുപ്പക്കാര്, കാരണവന്മാര്, അവരോടൊക്കെ ഞാൻ പറയുന്നു, നിങ്ങളങ്ങനെ നിൽക്കണമെന്നുണ്ടായിരുന്നില്ല, എനിക്കത് ഉദ്ദേശവുമില്ല. എന്നാലും നിങ്ങൾ നിന്നതിന് അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളെ ക്ഷമ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് ഇവിടെ നിലനിർത്തിയ ദീനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് നടത്താൻ കഴിയുന്ന ഒന്നല്ല. അത് ഏത് കാലവും ശത്രുക്കൾ ഒരു ഭാഗത്തുണ്ടാകും എന്നല്ല, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വാ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. അല്ലാഹു പറയുന്നു, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ, എല്ലാ നബിമാർക്കും നമ്മളാക്കിയിട്ടുണ്ട് അദുവ്വൻ, ശത്രുക്കളെ ആക്കിയിട്ടുണ്ട്. അഥവാ ഏത് നബിമാരുടെ കാലത്തും ശത്രുക്കൾ വന്നിട്ടുണ്ട്. ശയാത്തീനൽ ഇൻസി, ആരാണ് ശത്രുക്കൾ? മനുഷ്യന്മാരെ കൂട്ടത്തിലുള്ള ശൈത്താന്മാർ. ഞാൻ ആരെയും ശൈത്താൻ എന്ന് വിളിച്ചതല്ല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് ശയാത്തീനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട ശൈത്താനുകൾ, വൽ ജിന്നി, ജിന്നിൽപ്പെട്ട ശൈത്താനുകളും. അങ്ങനെ ജിന്നിലും ഇൻസിലും പെട്ട ശൈത്താന്മാർ അമ്പിയാക്കളുടെ ശത്രുക്കളായി വന്നിട്ടുണ്ട്. അവരെ ജോലി എന്താണ്? അവർ ചിലർ മറ്റു ചിലരോട് കള്ളത്തരങ്ങൾ ഇങ്ങനെ ഓതിക്കൊടുക്കും, കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കും, കളവുകൾ പറയും. അങ്ങനെയുള്ള ശത്രുക്കൾ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് മുഴുവനും ഉണ്ടായിട്ടുണ്ട്. വലൗ ശാഅ റബ്ബുക ലമാ ഫഅലൂഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഖളാ കൊണ്ട് ഉണ്ടായതാണ്.
അതുകൊണ്ട് ഫദർഹും ഫമാ യഫ്തറൂൻ. അതാണ് ശഫീ ഇമാമിന്റെ ബൈത്ത്. ഫദർഹും ഫമാ യഫ്തറൂൻ. അവര് കള്ളത്തരം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ അവരെ ഒഴിച്ചിട്ടേക്കണം, അവരെ പിന്നാലെ കൂടണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു. എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അങ്ങനെ ധാരാളം വസ്വാസുകളും ഒരുപാട് കുതന്ത്രങ്ങളും ഇവിടെ നടന്നുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് നിങ്ങളെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സഹാബത്ത് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ ജീവിച്ചത്. താബിഉകളും അയിമ്മത്തുകളും മഹാന്മാരായ സ്വാലിഹീങ്ങളുമെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഒരു അവസ്ഥ നിങ്ങൾ ഓർക്കുകയും അതേ സമയത്ത് ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദർ അവരെ സംബന്ധിച്ച് ഓർക്കുമ്പോഴും ബദരീങ്ങള്, മഹാന്മാരായ ബദരീങ്ങള് അവര് തീർച്ചയായും നിങ്ങൾക്ക് സഹായം ചെയ്യുന്നവരാണ് കേട്ടോ. ബദരീങ്ങളെ എല്ലാവരും മുറുകെ പിടിച്ചുകൊള്ളണം. ബദരീങ്ങളെ പേര് ദിവസവും പറയാൻ പറ്റുമെങ്കിൽ പറയുന്നത് വളരെ നല്ലതാണ്. ഒരു ദിവസം പറയാനില്ലെങ്കിൽ ആഴ്ചയിൽ പറയുന്നത് നല്ലതാണ്. അതും കഴിയില്ലെങ്കിൽ മാസത്തിലെങ്കിലും പറയുന്നത് നല്ലതാണ്. അങ്ങനെ അതാ ബദരീങ്ങളെ പേര് നിങ്ങൾക്കെല്ലാവർക്കും പറയാൻ സാധിക്കും. ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഇ വബിഹംദിഹി ശുക്രൻ അലൻ നിഅമായി എന്നിങ്ങനെ ഹംസി എന്ന് ബൈത്തുണ്ട്. വഅഖൂലു ബഅദൽ ഹംദി ലിൽ മൗലാ അല ബൈത്താർക്ക് പറഞ്ഞുകൂടാ. ما خصني من نعمة صحائي يا رب بالهادي الشفيع محمد خير الخلائق سيد الشفعاء وأنيسه في الغار سيدنا بكر المقدم أول الغرفاء ورفيقه الفاروق سيدنا الفتى عمر الخليفة أول الأمراء والصهر ذي النورين عثمان الذي قد خصه المولى بحسن حيائه. وعلي السن الوصي المرتضى مرد الذات بذبل وضباء وبطلحة ثم الزبير وسعيدهم وسيد الورى الصدقاء وبعبد الرحمن بن عوف ذي الغنى وأبي عبيدة سيد الأمناء. مولاي صل وسلم دائما أبدا خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا فاغفر لنا ما مضى يا واسع الكرم. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ അവസാനത്തെ വരികളാണ് ഞാൻ ഇപ്പൊ ചൊല്ലിയത്. ആദ്യം ചൊല്ലിയത് ഹംസിയ എന്ന് പറയുന്ന ബദരിയത്തുൽ ഹംസിയയാണ്. ഏതായിരുന്നാലും നിങ്ങൾ ബദരിയത്ത് അസ്ഹാബുൽ ബദറിന്റെ പേര് പറയുന്ന ബൈത്തുകളുണ്ട്, ബൈത്ത് ഇല്ലാതെയുമുണ്ട്. അത് സയ്യിദിനാന്ന് കൂട്ടിയിട്ടുമുണ്ട്, കൂട്ടാതെയുമുണ്ട്. റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ടുമുണ്ട്, കൂട്ടാതെയുമുണ്ട്. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് അസ്ഹാബുൽ ബദറിന്റെ പേര് പറയുകയും അസ്ഹാബുൽ ബദറിന്റെ ചരിത്രം ഉൾക്കൊള്ളുകയും ചെയ്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാനും പിശാചിന്റെ ശർറുകളിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാം അസ്ഹാബുൽ ബദർ മതിയെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ അലിയേ, നമ്മുടെ രഹസ്യം ചോർത്തുകൊണ്ട് ഒരു കള്ളക്കത്തുമായി ഒരു പെണ്ണ് പോകുന്നുണ്ട്. രഹസ്യം ചോർക്കുന്ന ഒരു ചാരപ്രവർത്തനവുമായി ഒരു പെണ്ണ് അതാ ഒരു കത്തുമായി മക്കയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന യുദ്ധം?
ആ യുദ്ധത്തെ സംബന്ധിച്ച് മുൻകൂട്ടി തന്നെ വിവരം കൊടുത്ത് ശത്രുക്കൾക്ക് ഒരുങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു കള്ളക്കത്ത് ഒരു പെണ്ണ് കൊണ്ടുപോകുന്നുണ്ട്. അവളതാ ഹാഹ് എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. മക്ക മദീനന്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഉടനെ ഓടിപ്പോയി അവളെ പിടിച്ച് ആ കത്ത് വാങ്ങിക്കൊണ്ടുവരണമെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് കുതിരപ്പുറത്ത് കയറി ഓടി അവിടെ എത്തിച്ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഗൈബ് പറഞ്ഞതാണല്ലോ, കാണാതെ പറഞ്ഞതാണല്ലോ. ആ പറഞ്ഞതുപോലെ ഹാഹ് എന്ന പേരായ തോട്ടത്തില് ആ പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. ഉടനെ ചെന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു, അഖ്രിജിൽ കിതാബ്, നിന്റെ കയ്യിലുള്ള കത്ത് ഇങ്ങ് തരണം. അവള് പറയുന്നു, മാമഈ ബി കിതാബിൻ, എന്റെ കയ്യിൽ അങ്ങനെ ഒരു കത്തില്ല. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബാണ് പറഞ്ഞത് നിന്റെ കൈവശത്തിൽ കത്തുണ്ടെന്ന്, അതുകൊണ്ട് തീർച്ചയായും അത് തന്നേ പറ്റൂ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വിടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ ചുരുട്ടി വച്ചിരുന്ന ഒരു കത്തെടുത്തു കൊടുത്തു. ആ കത്തുമായി മദീനയിലേക്ക് വന്ന് നോക്കുമ്പോൾ അത് പൊളിച്ചു നോക്കുന്ന സമയത്ത് അതാരാണ് ഈ എഴുതിയത്? മിൻ ഹാത്തിബ് ബിൻ ഹബീബൽ തഅത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഹാത്തിബ് ബിൻ ഹബീബൽ തഅത്ത എന്ന സ്വഹാബി എഴുതിയതാണ് കത്ത്. ആ കത്തിൽ പറയുന്നത്, ഇന്ന ദിവസം ഞങ്ങൾ യുദ്ധത്തിന് എങ്ങോട്ട് വരുന്നുണ്ട്, നബിയും കൂട്ടരുമെന്നാണ്. ഈ വിവരം മുൻകൂട്ടി കൊടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹം എഴുതിപ്പോയി. ഇത് നോക്കിയ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയെ ഇദല്ലേ യാ റസൂലല്ലാഹി അഖ്തുലു ഹാദൽ മുനാഫിഖ, ഈ മുനാഫിക്കിനെ ഞാൻ കൊന്നു കളയട്ടെ, തങ്ങൾ എനിക്ക് സമ്മതം തരണം എന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നയോ, നമുക്ക് വിശദീകരണം ചോദിക്കാം. ചോദിച്ചു നോക്കുമ്പോഴതാ ഹാത്തിബ് പറയുന്നു, നബിയേ ഞാനിത് മുനാഫിക്കായിട്ട് എഴുതിയതല്ല, മുർത്തദ്ദായിട്ട് എഴുതിയതല്ല, തങ്ങളെ വഞ്ചിക്കാൻ എഴുതിയതല്ല. എന്റെ ചില സ്വത്തുകൾ മക്കയിലുണ്ട്, അത് സംരക്ഷിക്കാൻ ആരും അവിടെയില്ല. അതിനുവേണ്ടി എനിക്കൊരു പിടുത്തം അവിടുത്തെ മുശ്രിക്കുകളിൽ ഉണ്ടാകാൻ വേണ്ടി ഞാനിങ്ങനെ ഒന്ന് എഴുതിയതാണ്. ഞാൻ ഇതെഴുതിയാലും തങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് ഞാൻ എഴുതിപ്പോയത്, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മാപ്പ് കൊടുക്കുകയും ഉടനെ തന്നെ അവിടുന്ന് പറയുന്നു, ഉമർ ഇബ്നു ഖത്താബിനോട് പറയുന്നു, ഉമറേ ഇതാരാണെന്ന് നിനക്കറിയാമോ? ബദർ യുദ്ധത്തിൽ ഹാജരായ വ്യക്തിയാണ് കേട്ടോ, അതുകൊണ്ട് തൊട്ടു പോകരുത്, ഒരു വാക്ക് പോലും പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ മഹത്വം അല്ലാഹുവിന്റെ ഹബീബ് മനസ്സിലാക്കി തരുകയാണ്. അങ്ങനെയുള്ള അസ്ഹാബുൽ ബദറും അതിനുശേഷമുള്ള അയിമ്മത്തുകളും സ്വാലിഹീങ്ങളും മഹാന്മാരും എല്ലാവരും നടന്ന ഒരേ ഒരു വഴിയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ആ ഒരൊറ്റ വഴിയിൽ നിന്ന് വ്യതിചരിച്ചു പോകാതെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി ജീവിക്കാൻ നിങ്ങളും ഞാനും ഉത്സാഹിക്കണമെന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും കാരണവന്മാരോടും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. 5 നേരത്തെ നിസ്കാരം നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. ആരും നിസ്കാരം ഖളാ ആക്കരുത്. കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കണം. രാത്രിയിൽ 2 റക്അത്തോ 4 റക്അത്തോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കണം. സുബഹി നിസ്കാരത്തിന് ഏതായാലും എഴുന്നേൽക്കാതെ കഴിയില്ലല്ലോ, അതിന്റെ ഒരു അരമണിക്കൂർ മുമ്പൊന്ന് എഴുന്നേറ്റ് ഒളുവെടുത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കണം. അത് ഏറ്റവും വലിയ പുണ്യമായ ഇബാദത്താണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും മഹത്തായ ഒരു വഴിയാണ് എന്നുകൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത് ഇല്ല, എന്നിട്ട് നമുക്ക് ദ്വാരക്ക് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ എത്രയോ ബുദ്ധിമുട്ടി ഇവിടെ ഇരുന്ന്
ഏതായാലും കഴിഞ്ഞിട്ട് പോകാം. അതിൻ്റെ ഇടയ്ക്ക് ഈ മദ്രസ നല്ല മനോഹരമായ മദ്രസയാണ്, കെട്ടിടമൊക്കെ ജോറുണ്ട്. ഈ ഒരു കടം കുറച്ചും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് കടമുണ്ട്. ആ കടത്തിലേക്ക് വലിയ സംഖ്യ ഒന്നും തരാൻ ആളുണ്ടാവില്ല. ഒരു 5000 10,000 തരാൻ പറ്റിയ കുറച്ച് ആളുണ്ടാവും. ഉണ്ടോ? അബ്ദുസമദ് 5000 ഉറുപ്പിക മരണപ്പെട്ടു പോയ ഉമ്മ, ആ ഉമ്മയുടെ ഇതേലധികം ഉണ്ടാവും. ഇതാ ഒരു 50 അധികമുണ്ട്. 5000 രൂപ അവിടെ നിന്നോട്ടല്ലേ? പെട്ടു തന്നെയാണ് നടക്കണ്ട. അള്ളാഹു തആല ഉമ്മന്റെ ഖബറിന് സ്വർഗ്ഗതപ്പാക്കി കൊടുക്കട്ടെ, ഓരോ ദോഷങ്ങളെന്ന് പുറത്തു കൊടുക്കട്ടെ. ഇത് തന്നിട്ടുള്ള അദ്ദേഹത്തിനും അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അബ്ദുസ്സമദിന് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉണ്ണിയാജി 5000 അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ.